ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അമൃതം പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ആ പൊടിയുടെ ഒപ്പം ഞാൻ ഒരു ഗ്ലാസ് പച്ചരി കൂടി 4 മണിക്കൂർ കുതിർത്തതാണിത്, കഴുകി കുതിർത്തത്. ഇതും കൂടി അമൃതം പൊടിയുടെ ഒപ്പം അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പച്ചരിക്ക് നമ്മൾ 1.5 കപ്പ് അമൃതം പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 പീസ് ശർക്കര, പിന്നെ നല്ല ജീരകവും ഏലക്കപ്പൊടിയും, 2 മൈസൂർ പഴം, അത് പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ പാടി യോജിപ്പിച്ച് അമൃതം പൊടി കൂടി യോജിപ്പിച്ച് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര ഇവിടെ നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷമാണ് നമ്മൾ അരിയും അമൃതം പൊടിയും പഴവും ഏലക്കപ്പൊടിയും ജീരകവും ഒക്കെ ചേർത്ത് അരച്ചെടുക്കുന്നത്. ഇത് കുറച്ച് ചൂട് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര ചൂടാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, ഫുള്ളായിട്ട് തണുത്തിട്ടില്ല. ചെറിയൊരു ചൂട് വേണം നമുക്ക്. ഇനി ശർക്കര നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 മൈസൂർ പഴം അഥവാ പാളയംകുടം പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജീരകവും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചരി, 1 ഗ്ലാസ് പച്ചരി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഈ ശർക്കര ഉരുക്കിയ വെള്ളത്തിലേക്ക് പച്ചരി ചേർത്ത് അരച്ചതിന് ശേഷമാണ് നമ്മൾ അമൃതപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് പച്ചരി അരച്ചെടുക്കാം. നമ്മൾ ശർക്കര പാനിയിൽ അരിയും പഴവും ജീരകവും പിന്നെ ഏലക്കായും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് അമൃതപ്പൊടി ചേർത്ത് കൊടുക്കാം. അമൃതം പൊടി അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ വെള്ളം കുറവായി തോന്നിയാൽ, നമ്മുടെ ശർക്കരപ്പാനി കുറവായി തോന്നിയാൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം കുറവാണ്. നമുക്ക് അല്പം ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നിന്ന് അല്പം കൂടി മുറുകിയ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഉപ്പും നമുക്ക് തേങ്ങാക്കൊത്തും അല്പം കപ്പലണ്ടിയും ചേർക്കണം. അത് നമ്മൾ ഉണ്ണിയപ്പം ചുടുന്ന സമയത്തും ചേർത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു. ഇത് ഒരു അരമണിക്കൂറാണ് പറഞ്ഞിരുന്നത്, ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ, വളരെ കുറച്ച് തേങ്ങ ഞാൻ ഒന്ന് കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് കപ്പലണ്ടിയും, ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കൊത്തി നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല ചുവന്ന കളറിൽ മൊരിയൊന്നും വേണ്ട, കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ വാട്ടിയ ഈ തേങ്ങാക്കൊത്ത് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ സമയം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഒന്ന് ചെറുതായി ക്രഷ് ചെയ്ത് അതിലേക്ക് ഇടാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചാലും മതി, അപ്പോൾ കൂടുതൽ പൊടിഞ്ഞു പോകും. ഇതൊന്ന് പതുക്കെ ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതി, പൊടിക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തേങ്ങ മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഈ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഏലക്കപ്പൊടിയും നല്ല ജീരകമൊക്കെ ആദ്യം ചേർത്തതാണ്, അരച്ചപ്പോൾ ചേർത്തതാണ്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇത് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ചട്ടി ഇത് ഞാൻ വിറകടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ഇതാണ്, ഉണ്ണിയപ്പച്ചട്ടിയാണ്. അതാണ് ഇതിന് ഒരു ചുവന്ന കളർ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉണ്ണിയപ്പമായി നമുക്ക് കോരി ഒഴിച്ച് ഉണ്ടാക്കാം. തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ചില സമയത്ത് നമ്മൾ കൂട്ടിയും വെക്കണം, നല്ല വേണ്ട, ചൂടായാൽ അല്പം കുറച്ചും വെക്കണം. അത് തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ.
ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി ചൂട് പറ്റ കുറയുമ്പോൾ അല്പം ഒന്ന് കൂട്ടി കൊടുക്കുകയും നന്നായി ചൂടായി ഇതാകുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മളൊന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യണം. ഇത് വേഗോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിടാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഉരുണ്ട് വരലുണ്ട്. നമ്മൾ മറിക്കാതെ തന്നെ തിരിഞ്ഞു വരും. നമ്മൾ ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇത് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നമ്മൾ സാധാരണ അരിയും മൈദയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. അതിലേറെ സോഫ്റ്റാണ് നമ്മൾ അമൃതം പൊടി ചേർത്തുണ്ടാക്കുന്നത്. പിന്നെ ഹെൽത്തിയുമാണ്. നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്കിനി എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഹെൽത്തിയും ഈസിയുമായ അമൃതം പൊടി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഹെൽത്തിയായ ഒരു ഉണ്ണിയപ്പം തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.